ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? എനിക്കും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇതാ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ആദ്യത്തെ ദിവസത്തെയാണ്. അപ്പോൾ ഇതാ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓർഡർ കേക്കും പിന്നെ അനിയത്തീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന്, അതിൻ്റെ കേക്കും കൂടി ഒരുമിച്ചാക്കുന്നുണ്ട്. മക്കളെല്ലാം ഞാനിതാ പഠിക്കാൻ ഓരോ ഭാഗത്ത് ഇരുത്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വേഗം ഇതാ കേക്കിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് കുടിക്കേണ്ട വെള്ളവും കൂടി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളം കൂടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്പഞ്ച് റെഡിയാക്കുന്നുണ്ട്. 2 വാനില സ്പഞ്ചാണ്. അപ്പോൾ ഓർഡർ കേക്ക് എന്ന് പറയുന്നത് 1/2 kg ആണ്. അപ്പോൾ ഇതൊരു ടെൻഡർ കോക്കനട്ട് കേക്കാണ്. അപ്പം ഇളനീരെല്ലാം ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 1 kg കേക്കിന് എന്ന് പറയുമ്പോൾ ഒരു 3 മുട്ട എടുക്കും കേട്ടോ. അപ്പോൾ 1/2 കിലോ കേക്കിന് 2 മുട്ടയും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുന്നുണ്ട്. അപ്പം ഇതാ പഠിത്തെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ തേജൂട്ടൻ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർത്തമാനങ്ങളെല്ലാം പറയുന്നതാണ്, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മളെ പിന്നെ കേക്കിൻ്റെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ ഓരോ പാത്രങ്ങളിലേക്കായി ചോദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ എന്ന് പറയുമ്പോൾ എത്രയും സ്മൂത്തായിട്ട് കിട്ടുന്നതോ അപ്പോൾ അത്രയും നന്നായിട്ട് കേക്ക് കിട്ടും കേട്ടോ. നമ്മളെ നല്ല പൊന്തി വരും, നല്ല അടിപൊളി സോഫ്റ്റ് കേക്കായിരിക്കും. അപ്പോൾ ഞാനിതാ ഓവനിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ ഇളനീരിൻ്റെ പൾപ്പെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡും ഇളനീരും കൂട്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അതാണ് ലെയറിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇളനീർ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പം നമ്മളെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അന്നേരമാണ് ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നത്. അപ്പോൾ ചിക്കൻ ഇപ്പം വിലക്കുറവാണല്ലോ, അതുകൊണ്ട് കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം എപ്പോഴും വെക്കുന്ന പോലെയല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇപ്പം ബിരിയാണി വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ വെക്കുക. അപ്പോൾ ചിക്കന് നമ്മളിതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പെല്ലാം ചേർത്തിട്ട് ഒന്ന് കുക്കറിൽ 2 വിസിൽ വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പം വെച്ചിട്ടുള്ളത്. അത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് ഒരു സോസ് പോലെ ആക്കി വെക്കും. അപ്പോൾ ഈ വെന്ത ചിക്കൻ തണിഞ്ഞിട്ടാകുമ്പം ഈ ഒരു മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടി ആ ഒരു മിക്സിലിട്ടിട്ട് നല്ലോണം പെരക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാവുക. എന്നിട്ട് അതിനെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഫ്രൈ ചെയ്യുന്നത്, അങ്ങനെ തന്നെ ഇട്ടാൽ പോരെ. പക്ഷേ ഇവിടെ എല്ലാവർക്കും പൊരിച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതാകുമ്പം ഒരുപാട് നേരം എണ്ണയിൽ കിടന്നിട്ട് അങ്ങനെ പരിപാടി വേണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മളിതാ ആ എണ്ണയിൽ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലാണ് കേട്ടോ നമ്മളെ മസാല വേവിക്കുന്നത്. അപ്പോൾ ഉള്ളി ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ടാകുമ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആണ് കേട്ടോ പിന്നെ തിളക്കൽ. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം ഒന്ന് ജസ്റ്റ് വാടി കിട്ടും. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പം ചെയ്യുന്ന പോലെ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒന്നൊന്നര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ മതിയാവില്ല കേട്ടോ. ഈ ഒരു ടൈപ്പിൽ ചിക്കൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകെല്ലാം ഇട്ടിട്ടുള്ള പേസ്റ്റാണ് ഇത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളീനെ ഇടുന്നുണ്ട്. അപ്പോൾ അതുമെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വഴന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാല പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ബിരിയാണിയിലെ മസാലയിൽ ആഡ് ചെയ്യുന്ന പൊടികൾ എന്ന് പറയൽ. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊന്നും ഞാൻ അങ്ങനെ ആഡ് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം ഇടുന്നുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, അത് ഓപ്ഷനിലാണ്, ഞാൻ ഇടലില്ല കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ബിരിയാണീൻ്റെ സീക്രറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിനല്ലോ കുക്കറിലിട്ടിട്ട്. അപ്പോൾ വേവിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടാവില്ല, എന്തായാലും ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഞാൻ കുക്കറിൽ നിന്ന് ഒന്ന് നമ്മളെ ഗ്യാസ് മേലെ വെച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കും കേട്ടോ. അതൊരു പിന്നെ കുഴമ്പ് രൂപം ആയിരിക്കില്ല, ആ വെള്ളം കുറച്ച് നേർന്നിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല കുഴമ്പ് പരുവത്തിലാവും. അപ്പോൾ അതാണ് കേട്ടോ അത് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മളെ പൊരിച്ച് വെച്ച ചിക്കനും എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ചിക്കൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മസാല സെറ്റായി. അപ്പോൾ ഞാനിതാ കുക്കറിലാണ് കേട്ടോ ഇന്നിപ്പം പിന്നെ റൈസ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് കുറേ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വേഗം കുക്കറിലാകുമ്പോൾ വേഗം കാര്യം കഴിയുമല്ലോ. അപ്പോൾ നമ്മൾ അരിയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിലുള്ള ചോറിനെ ഞാൻ പിന്നെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ചോറിലേക്ക് ഡെക്കറേഷൻ പരിപാടിയാണ്. കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഫുഡ് കളർ എടുക്കലില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ അണ്ടി മുന്തിരി വറുത്തത്, അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് തുറക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ആ ഒരു കളറെല്ലാം ഇറങ്ങിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ നമ്മളെ മസാലയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഭക്ഷണമെല്ലാം എടുത്ത് ടേബിളിൻ്റെ മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വല്ലപ്പോഴും ആണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കൽ. കാരണം മക്കൾ അധികം സ്കൂളിലായിരിക്കും, ലീവുള്ള ദിവസം പിന്നെ ഏട്ടൻ ഡ്യൂട്ടി ആയിരിക്കും. ഇന്നിപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഉണ്ടായിന് കേട്ടോ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനിതാ സ്റ്റെയർ കേസിൻ്റെ എൻ്റെ സ്ഥിരം സ്ഥലത്തിരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. മക്കൾ ടി വിൻ്റെ മുന്നിലും ഉണ്ടാവും ഫുഡ് എടുത്തിട്ട്. ഇങ്ങനെ കഴിക്കൽ കുറവാണ്. ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ള ഏതെങ്കിലും ദിവസം മാത്രമേ ഇങ്ങനെയുള്ള ഒരു കലാപരിപാടി ഇവിടെ കാണും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഡയറ്റിനൊന്നും മറന്നിട്ടുണ്ടേ. അപ്പോൾ ഇന്നിപ്പം ബിരിയാണിയെല്ലാം ആക്കിയിട്ട് എങ്ങനെയാപ്പം ഞാൻ കഴിക്കാണ്ടിരിക്കും, അതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഓർഡർ കേക്കിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പം തേജുവിനെ ഫുട്ബോളിന് കൊണ്ടാക്കുമെന്ന് പറഞ്ഞേട്ടൻ. അപ്പം അതിന് പോകുന്ന വഴിക്കാണ് അവരെ വീട്. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഞാനിത് അതിൻ്റെ പേരെല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കെല്ലാം ഞാനിത് തലേന്ന് രാത്രി സെറ്റാക്കിയതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല കേട്ടോ. തലേന്ന് തന്നെ എല്ലാ കേക്കും സെറ്റാക്കലാണ് കേട്ടോ. പിന്നെ രാവിലെ എന്തെങ്കിലും പണികളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് നേരെ ഉണ്ടാവില്ല. അപ്പം നമ്മളിത് 6th ഹാപ്പി ബർത്ത്ഡേ എന്നും ആ മോൻ്റെ പേരും കൂടി എഴുതി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് മഞ്ജുവിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അങ്ങനെ അവൾ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഞാനിതാ നമ്മളൊരു ഫ്ലവറും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ആ ഫ്ലവർ എനിക്ക് പിന്നെ വെച്ചപ്പോൾ എനിക്ക് തോന്നി അത് അതിനൊരു മാച്ച് ഇല്ലാന്ന്. കാരണം കുറച്ച് വലിയ പിന്നെ ഫ്ലവറായിപ്പോയി. കേക്ക് ചെറുതാണല്ലോ, 1/2 kg ആണല്ലോ. ഇത് 1 kgനൊക്കെല്ലാം വെക്കുന്ന ഒരു ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കുഞ്ഞു പൂ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ കസ്റ്റമർ പിന്നെ നമ്മളെ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ടെൻഡർ കോക്കനട്ട് എല്ലാവരും ട്രൈ ചെയ്യേണ്ട കേക്ക് തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലും കേക്ക് പിന്നെ കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ മോനെല്ലാം കൂട്ടി നമ്മളെ എന്താ പറയുക ഫുട്ബോളിനെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം നമ്മൾ അടുക്കളയിൽ വന്നിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അയ്യോ ബിരിയാണിയെല്ലാം ആക്കിയിട്ട് ഫുൾ പാത്രങ്ങളും എല്ലാം ആയിട്ട് ഞാനിതാ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പം മടിയോട് തന്നെയാണ് കേട്ടോ ഞാനും അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ. കാരണം വൈകുന്നേരം എനിക്ക് അനിയത്തീൻ്റെ വീട്ടിൽ പോകണം. അപ്പോഴത്തേക്ക് പിന്നെ പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം സെറ്റാക്കി വെക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ പണിയിലെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ അടുക്കളേൻ്റെ സ്ലാബെല്ലാം ഇങ്ങനെയായിരുന്നു ആദ്യം കണ്ടത്, നിങ്ങൾ പറയൂ. അപ്പോൾ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കേക്കെല്ലാം ഞാൻ ഇന്നലെ രാത്രി സെറ്റാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വേണം പോകാൻ. പിന്നെ നമ്മൾ ചുരിദാറും കൂടി വാങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്, സന്ധ്യ ആയിട്ടുണ്ട്, വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ കേക്കാണ്. അപ്പോൾ ദൈവത്തിന് ഇതാ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും എല്ലാ കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതാ വേഗം ചുരിദാറെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. തേജു പോകുന്ന വഴിയിൽ ഇതാ ഫുട്ബോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ കുറേ കാലം എന്നല്ല കുറേ മാസമായി നമ്മളെ പെരളശ്ശേരി അപ്പനെ തൊഴുതിട്ട്. അപ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ പോയത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ആഴ്ചയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോസൊന്നും ഇടാണ്ട് കുറച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ ഇടയ്ക്കിടെ വരും വണ്ടി എടുത്തിട്ട്. ഉച്ചക്ക് ഇടാൻ ഭക്ഷണം ഉണ്ടാവും, അതെല്ലാം കഴിക്കും. അപ്പോൾ അങ്ങനെ ഇതപ്പോൾ ഞാൻ കാണിച്ചത് തന്നെ കുമാരസ്തവാണ് കേട്ടോ. ഭഗവാന്റെ കുറേ നാമങ്ങളിലുള്ള ഒരു ഇതാണ്. അതെല്ലാം തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ അകത്ത് കയറൽ. പിന്നെ ഞാൻ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ടുണ്ട്. അന്നേരം ശിവേലി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ശിവേലിൻ്റെ കൂടെ കുറച്ച് സമയം നടന്ന്. അപ്പം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇവിടെ നാഗാരാധനയുണ്ട്. നാഗത്തിന് മുട്ട വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വഴിപാടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതെല്ലാം സന്ധ്യ ആയതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇരുടായല്ലോ. അപ്പോൾ ഇരുടായി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യില്ല. പിന്നെ ഇതാ ദേവൂട്ടം പായസം വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ആളെപ്പോലെ പായസം എല്ലാം വാങ്ങാൻ വേണ്ടി നിന്നിട്ടുണ്ട്. എനിക്കറിയാം ഇതെന്തായാലും ചൂടായിരിക്കും, അവന് പിടിക്കാനൊന്നും കഴിയില്ലാന്ന്. അപ്പോൾ ഇതാ പായസം കിട്ടിയപ്പാട് ഓരോ എൻ്റെ കൈമ കൊണ്ട് തന്നിട്ടുണ്ട്. അമ്മേ പൊള്ളുന്ന് പിടിക്കുന്നുണ്ട്. പിന്നെ അപ്പാട് ഞാനിതാ വേഗം എടുത്തിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വന്നപ്പം അതിൻ്റെ ഒരു മണം കൊണ്ട് തീരെ സഹിച്ചിട്ടില്ല. വേഗം കുറച്ചെടുത്ത് വായിലിട്ട് മക്കളും ഏട്ടനെല്ലാം കുറച്ച് ഒന്ന് വായിലിട്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചന്തകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഇത് ഓണായിരിക്കും നമ്മൾ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ചന്തക്കുന്ന് എൻ്റെ നീരുവിൻ്റെ മങ്ങണിക്ക് അനിയത്തീൻ്റെ മങ്ങണിക്ക് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇടുന്ന ഒരു മാല വാങ്ങിയിട്ടുണ്ടായിനി. പിന്നെ ഇതാ ദേവൂട്ടൻ മറ്റേ ഒരു തലയിൽ ഇങ്ങനെ നമ്മൾ ചൊറിയുമല്ലോ ആ ഒരു സംഭവമില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിനി. പിന്നെ ഒരു ബോൾ വല്ലതും വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ഇതാ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിനി. കുറേ ആയി ഇത് വേണം എന്ന് പറയുന്നവ. അപ്പോൾ അങ്ങനെ ഏട്ടൻ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം ഓനിങ്ങനെ തലയിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓളെ വീട്ടിലേക്ക് പോയാൽ എൻ്റെ മങ്ങണി ഇതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അനിയത്തിൻ്റെ മോളാണ്, ഒരേ ഒരു പെൺതരിയാണ് നമ്മളെ.
അപ്പോൾ അങ്ങനെ അവൾ കേക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയാണ്, ഹസ്ബൻഡിനെല്ലാം പനിയാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ആഘോഷമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പോയി കേക്ക് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ വേഗം വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടാറ്റാ.